എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരുപാട് ചാനലുകളിൽ ഞാൻ ആ ന്യൂസ് കേൾക്കുവാനായിട്ടിടയായി. എന്നാൽ അതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി എന്തൊരു കഷ്ടമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ പകുതിയും പറയുന്നത് ഓരോ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ ഓരോ കന്യാസ്ത്രീമാരുടെയും ആത്മഹത്യ അവർ ചിത്രീകരിക്കുന്നതും ഒന്നെങ്കിൽ ഏതെങ്കിലും പെണ്ണ് കേസ്, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക അവിഹിതം, അതല്ലെങ്കിൽ എന്താ പറയുക ബാലപീഡനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് ആരോപിക്കപ്പെടുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മനുഷ്യൻ അവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇതൊരു ചെറുപ്പക്കാരനെങ്ങാണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്: ഈ നിങ്ങളെല്ലാവരും ഇവരെ കുറ്റം പറയുന്നുണ്ടല്ലോ, എന്നാൽ ഇവർ ചെയ്യുന്ന ഈ ഒരു ത്യാഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒരു കമൻ്റ് അവിടെ എഴുതിയേൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കമൻ്റ് എന്നെ അങ്ങ് വല്ലാതെ ഒന്ന് സ്പർശിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ഓർത്തു, അത് സത്യമാണല്ലോ. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചിട്ടുമുള്ളതുമായ എത്ര നന്മകളുണ്ട്. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇറക്കിയില്ല എങ്കിൽ അതൊരു എന്താ പറയുക നന്ദികേടാകുമല്ലോ എന്ന് എനിക്കങ്ങ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ അച്ഛന്മാരും സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഭയങ്കരമായിട്ട് അവരെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തിയിരിക്കുകയാണ്, അല്ലേ? അവരെ കല്ലെറിയുകയാണ് സമൂഹം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ അച്ഛന്മാരാണ്, കന്യാസ്ത്രീകളാണ്. അതുകൊണ്ട് അവരെന്താണ്, അവർ തിരിച്ച് പ്രതികരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ തിരിച്ച് പ്രതികാരം ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടോ ആയിരിക്കാം അവരെ വല്ലാതെ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. എന്ത് വിഷയം വന്നാലും ഉടനെ പറയും, അത് അവിഹിതമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വയസ്സായ ഒരു വൈദികൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലും അദ്ദേഹമൊക്കെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെയൊക്കെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നാൽ അതിനെ പോലും എന്താണ് ആൾക്കാരിങ്ങനെ ചിത്രീകരിക്കുകയാണ്, ഇത് വേറെ എന്തോ ഉടായിപ്പാണ് എന്ന് പറയുകയാണ്. നമ്മൾക്കറിയാം, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒത്തിരി ഈ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി വിഷയങ്ങൾക്കായിരിക്കും, ചിലപ്പോൾ നിസ്സാര വിഷയങ്ങൾക്കായിരിക്കും ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നത്. അത് അവരുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക മനസ്സിന് കട്ടിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ സ്ട്രെസ്സ് അത് അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾക്ക് ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് എന്താണ് ഈ കന്യാസ്ത്രീകളുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെന്ന് പരിഹസിക്കുന്ന കമൻറ്റുകളാണ് ഇടുന്നത്, അല്ലേ? അപ്പോൾ ആ കമൻറ്റുകൾക്കകത്ത് മുഴുവൻ വരുന്നത് എന്താണ്? അച്ഛനൊന്നെങ്കിൽ കന്യാസ്ത്രീ മടത്തി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കന്യാസ്ത്രീയുടെ ന്യൂസ് ആണെങ്കിൽ പറയും ഏതെങ്കിലും പാതിരി അവിടെ വന്നിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർ എല്ലാവരും നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾക്കറിയാം, അച്ഛന്മാരിലും കന്യാസ്ത്രീമാരിലും എന്താ പറയുക നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അത് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നാൽ അവിടെയുമുണ്ട് നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. ഇനി പെന്തക്കോസ്തിലോട്ട് വന്നാൽ നല്ല പാസ്റ്റർമാരുമുണ്ട്, ചീത്ത പാസ്റ്റർമാരുമുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഇടയിലോട്ട് വന്നാൽ അവരിലും നല്ല എന്താ പറയുക വിശ്വാസികളുമുണ്ട്, ചീത്ത വിശ്വാസികളുമുണ്ട്. മർത്തോമയിലോട്ട് പോയാൽ, ഓർത്തഡോക്സിലോട്ട് പോയാൽ, കത്തോലിക്കിൽ പോയാൽ, റോമൻ കത്തോലിക്കിലോട്ട് പോയാൽ, അങ്ങനെ ഏതിനകത്തോട്ട് വന്നാലും എന്താണ് നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. ഇനി അവിടെ കൊണ്ട് തീർന്നു? ഇല്ല. എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാലും നല്ല മൗലിയാരുമുണ്ട്, പിന്നെ എന്താണ് മൗലവിമാരുമുണ്ട്, എന്താ പറയുക മോശം മൗലവിമാരുമുണ്ട്. അതുപോലെ തന്നെ നല്ല ഉസ്താദുമാരുമുണ്ട്, മോശം ഉസ്താദുമാരുമുണ്ട്. അതുപോലെ തന്നെ എന്താണ് മുസ്ലിം സമുദായത്തിനകത്താണെങ്കിലും നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. അതുപോലെ ഹിന്ദു സമുദായത്തിലോട്ട് വന്നു കഴിയുമ്പോഴോ നല്ല പൂജാരിമാരുമുണ്ട്, മോശം പൂജാരിമാരുമുണ്ട്. ഇനി ഹിന്ദു വിശ്വാസികളെ എടുത്തു നോക്കിയാലോ, അവരിലും നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. ഇനി ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളിലോ അവരിലും നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. ഇത് എല്ലാത്തിനകത്തും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാറ്റഗറീനെ മാത്രം എടുത്ത് കല്ലെറിയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി മറുഭാഗത്ത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയും കുറിച്ചാണല്ലോ. ഇവർ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ കാണാതിരിക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ കണ്ണൂർ ഒരു ആകാശപ്പറവയുണ്ട്. ഇന്ന് അതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ആകാശപ്പറവയിൽ പോയിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ ശുദ്ധകുണ്ടപ്പാള എന്ന് പറയുന്ന സ്ഥലത്തൊരു ആകാശപ്പറവയുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ നടത്തുന്നത് സിസ്റ്റേഴ്സാണ് കേട്ടോ. അവിടെ ഞാൻ പോയിട്ടുണ്ട്.
അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഞാൻ വിസിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്നറിയാമോ? മന്ദബുദ്ധികൾ, പിന്നെ എന്താണ് വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് നടക്കുന്ന ആൾക്കാർ, ഈ എന്താ പറയുക, റോഡ് സൈഡുകളിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ അവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവർ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരും ഈ എന്താ പറയുക ഇവിടെയൊക്കെ പോയപ്പോൾ ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അവിടെ ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരെന്താണ് ഇങ്ങനെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് അവർ തന്നെയാണ് ഇവരെ ക്ലീൻ ചെയ്യുന്നത്, ഇവരെ കുളിപ്പിക്കുന്നത്. അപ്പം ആണുങ്ങളായിട്ടുള്ളവരെ ഇപ്പോൾ കണ്ണൂർ ആകാശപ്പറവയിലെ ആണുങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ആണുങ്ങളെ കുളിപ്പിക്കാൻ ഒന്നെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആത്മാരൊക്കെ ആയിരിക്കും അവിടെ വന്നിട്ട് അവരെ കുളിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ കാര്യം നോക്കുന്നത് സിസ്റ്റേഴ്സാണ് നോക്കുന്നത്. സഹായികളൊക്കെ അടുക്കളയിലായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവിടെ സിസ്റ്റേഴ്സാണ്. അവർ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയുമ്പോൾ ബാംഗ്ലൂർ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളൊരു ഒഫീഷ്യൽ വിസിറ്റ് നടത്തിയതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഒരു വിസിറ്റ് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവർ ചായ തന്നു കേട്ടോ. നമ്മൾ കണ്ടു, എല്ലാവരും കണ്ടു നല്ല വൃത്തിയായിട്ട് അവരെല്ലാം അടുക്കി പെറുക്കി നല്ല ഉടുപ്പുകളൊക്കെ ഇടിപ്പിച്ചിട്ട് അവരെ നല്ല ക്ലീനാക്കി ഇവർ പണിയൊക്കെ ചെയ്ത് അവർ കിടക്കുന്ന സ്ഥലമൊക്കെ തുടച്ച്, സിസ്റ്റേഴ്സാണ് കയ്യിൽ ഇതൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അവർ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവർ വന്ന് പിന്നെ അവരെ തന്നെ ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നത്. എന്നിട്ട് ഇവർ ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഹയർ ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചായ കുടിച്ചു. ഉള്ള സത്യം പറയാലോ, ഞാൻ ചായ കുടിച്ചില്ല അവിടുന്ന്. എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ ഈ എന്താ പറയുക ക്ലീൻ ചെയ്യുമ്പോൾ അവരെയൊക്കെ ക്ലീൻ ചെയ്യും. അവിടെ ആ റൂമൊക്കെ തുടച്ചതിൻ്റെ ഒരു എന്താ പറയുക ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡെറ്റോളിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും അങ്ങ് പിടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ ഡെറ്റോൾ അതുപോലെയുള്ള ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഈ ലോഷൻസിൻ്റെ നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ലോഷൻസിൻ്റെ ഒന്നും സ്മെല്ല് എനിക്ക് അത്ര എനിക്ക് അത് സൂട്ടാകത്തില്ല. എനിക്കത് അത്ര അങ്ങ് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും അഡ്ജസ്റ്റ് ആകും. എന്നാൽ അന്ന് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ആകുന്നൊരു സ്വഭാവമായിരുന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ചായ കുടിച്ചില്ല. എൻ്റെ കൂട്ടത്തിൽ വന്ന ഹയർ ഓഫീസേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അവരൊക്കെ ചായ കുടിച്ചു, ഞാൻ ചായ കുടിച്ചില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ? നമ്മളെപ്പോലെയുള്ള പലരുടെയും മെൻറ്റാലിറ്റി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമുക്ക് അവിടുന്ന് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊരു ചായ കുടിക്കാൻ പോലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഉൾപ്പെടെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. ഞാൻ വലിയ അതിവിശ്വത്തെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് ഒരു ചായ എടുത്ത് കൂടി. ഇന്ന് കുറേയൊക്കെ മാറി കേട്ടോ. ഇന്നെൻ്റെ മനോനിലയൊക്കെ കുറേയൊക്കെ മാറി. എന്നാലും അന്നൊന്നും എനിക്ക് അത്രയും പറ്റണുണ്ട് എന്ന് വെച്ചാലും അത്രയും എനിക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു വ്രണമൊക്കെ പിടിച്ച ഒരാളെ എൻ്റെ മുൻപിലോട്ട് കൊണ്ടുതന്നാൽ ക്ലീൻ ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല കേട്ടോ. അത്രയും ഒരു എളിമയുടെ മനസ്സൊന്നും എനിക്കില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? ഒരാളെയോ രണ്ടാളെയോ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഒരുപാട് ആൾക്കാരെ അവരുടെ മരണം വരെ ഇവർ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതേ സ്ഥലത്തിരുന്ന് അവരെന്ത് ചെയ്യുകയാണ്? ഭക്ഷണം കഴിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കുക. അപ്പോൾ അവരുടെ ഒരു ത്യാഗ മനോഭാവം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്. ഒരുപാട് ഇടങ്ങളുണ്ടെന്നേ ഇതുപോലെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഇങ്ങനെ ആരുമില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന. അപ്പം നിങ്ങൾ പറയും അവിടുന്ന് ഫണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് ഫണ്ട് വരുന്നുണ്ടെന്ന്. ഇതൊക്കെ പറയുന്ന നമ്മളുടെ കയ്യിലോട്ട് കുറേ ഫണ്ട് കൊണ്ട് തന്നാൽ നമ്മളെയും കൊണ്ട് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ? ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും നമ്മളെയും കൊണ്ടൊക്കെ പറ്റുമോ? നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ച് നോക്കിക്കേ, നമ്മളെയും കൊണ്ടൊക്കെ പറ്റുമോ? പറ്റത്തില്ല. ഒരു 50% ആൾക്കാരെയും കൊണ്ടും വേണ്ടപ്പോൾ ഒരു 75% ആൾക്കാരെയും കൊണ്ടും പറ്റത്തില്ല. ഒരു 25 ആൾക്കാരെയും കൊണ്ട് പറ്റുമായിരിക്കും. ഇനി ചിലർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടത്തുന്നവരുണ്ട്. ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളോ അല്ലാത്തവരും നടത്തുന്നുണ്ട്. അവിടെയൊക്കെ എത്രത്തോളം അവർ തന്നെ ഇറങ്ങി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ആൾക്കാരെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പൈസ കൊടുത്ത ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇവർ തന്നെ ചെയ്യുകയാണല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇവരെ എല്ലാ വിധത്തിലും നമ്മൾ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് അറിയണ്ടേ, അല്ലേ? ഇവരെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ എടുത്തിടുമ്പോൾ ഇവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും കൂടി നമ്മളൊന്ന് എടുത്തിടേണ്ടത് എനിക്ക് തോന്നുന്നു അത് അല്ലേ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുവാനായിട്ടിടയായി. സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളിൽ ആത്മഹത്യ ചെയ്യുവാനായിട്ടിടയായി. ഓക്കെ, അതിൻ്റെ ആ കാര്യങ്ങളെയൊന്നും നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇന്ന് മിക്ക സ്കൂളുകളിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ചിലരത് പുറത്തോട്ട് പറയും, ചിലരത് പുറത്തോട്ട് പറയത്തില്ല. മിക്ക സ്കൂളുകളിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ എന്താണ് ഈ ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിൻ്റെയോ അച്ഛന്മാരുടെയോ ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി അങ്ങ് ഹൈപ്പ് കൂടും വാർത്തയ്ക്ക്. കുറച്ചും കൂടെ സമൂഹ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അതങ്ങ് എടുത്തിട്ടങ്ങ് ആഘോഷിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോഴിക്കോട് എനിക്ക് തോന്നുന്നു ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു
കുറച്ച് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ പ്ലസ് ടുവിനോ ഒക്കെ പഠിക്കുന്ന ചെറുക്കന്മാർ അടി കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗവൺമെൻറ് സ്കൂളാണ്, അടി കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടി എന്ന് പറഞ്ഞാൽ ഇടി. ഒരു വീഡിയോ ഞാൻ കണ്ടത്, അതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാണ്. ദൈവമേ, കുഞ്ഞുങ്ങളെ ഇടിക്കുന്നതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ കണ്ണിലൊന്ന് വന്ന് പെടരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിനകത്തോട്ട് കയറുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ണിൽ പെട്ടാൽ അപ്പം തന്നെ അത് സ്ക്രോൾ ചെയ്ത് വിടാറാണ് പതിവ്. കാരണം എന്താണ്, ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു 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 ചെറുക്കൻ, ഒരു എന്താ പറയുക, തലതെറിച്ച ചെറുക്കൻ വേറൊരു കൊച്ചിനെ ഇടിക്കുക. അവൻ രണ്ടും യൂണിഫോം ഇട്ടേക്കുന്ന പിള്ളേരാണ്. ഇടി എന്ന് പറഞ്ഞാൽ മൂക്കിനിട്ട് ഇടിക്കുക. ഇടിച്ചിട്ട് ആ ഇടി കൊള്ളുന്ന ചെറുക്കൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുക. എന്നിട്ടും ഇവൻ നിർത്തുന്നില്ല, ഇവൻ ഇടിക്കുകയാണ്. നമ്മൾ ഒരാളൊന്ന് ഇടിച്ച് വീണ് കഴിഞ്ഞാലെങ്കിലും ഒരു മനസാക്ഷി കാണിക്കട്ടെ. ഇത് അവന് അത്രയും പോലും ഇല്ല. അവൻ എന്താണ്, ഇടിച്ച് വീഴ്ത്തി അവൻ്റെ മൂക്കിൽ കൂടെ രക്തം വരുക. അവൻ ആ രക്തം വരുന്ന മൂക്ക് തുടയ്ക്കുക. എന്നിട്ടും ഈ ഇടി കൊടുക്കുന്നവൻ വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഇത് നടന്നത് എവിടെയാണ്? ഒരു ഗവൺമെൻറ് സ്കൂളിലെ സംഭവം അത്. ഇനി ഞാൻ മറ്റൊരു സംഭവം കൂടി പറയട്ടെ. നമ്മൾ ആഘോഷിച്ചു അല്ലേ, നമ്മുടെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ ഒരു കൊച്ചു ആത്മഹത്യ ചെയ്തതിന് നമ്മളങ്ങ് വല്ലാതെ അങ്ങ് വികാരഭരിതരായിട്ട് നമ്മൾ പോസ്റ്റുകൾ ഇടുകയും കമൻറ്റുകൾ ഇടുകയും ഒക്കെ നമ്മൾ ചെയ്തു. എന്നാൽ ഇന്ന് എത്ര അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്ന സ്കൂളുകളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനത്തെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ ഇന്ന് റോട്ടിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്, ഇതുപോലെ അടി കൂടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര സ്കൂളുകളിലെ സംഭവങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട്. വല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്ന സ്കൂളുകളിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടിൽ കിടന്ന് അടി കൂടുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? എത്ര ഇൻസിഡൻറ്റുകൾ നമ്മൾക്ക് പറയാൻ പറ്റും? വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അല്ലേ. എന്നാൽ മറുഭാഗത്തോ വേറെ എന്താ പറയുക, വേറെ ഉള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളാണെങ്കിൽ പോലും ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ പോലും എന്തോരം ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പിള്ളേർ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് സ്റ്റോപ്പിൽ കിടന്നുകൊണ്ട് അടിയാക്കുന്നു, അവരുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കിടന്നുകൊണ്ട് അടിയാക്കുന്നു. ഈ വിഷയങ്ങൾ മുഴുവൻ അവിടെ നടക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ഇപ്പറേ നടക്കാത്തത്? അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഇവിടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണേ. എന്ന് വെച്ചാൽ എല്ലാവരും വലിയ നല്ല ആൾക്കാരൊന്നും അല്ല ഞാൻ പറയുന്നത്. മനസാക്ഷി ഇല്ലാത്തവരും അതിനകത്തുണ്ട്. പിള്ളേരുടെ വിഷയങ്ങളുമായിട്ട് ചെല്ലുന്നു കഴിയുമ്പോൾ റൂഡായിട്ട് പെരുമാറി വിടുന്നതുണ്ട്. അങ്ങനെ എത്ര പേരൻസ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ഇവരുടെ സ്കൂളിൽ കുറേയും കൂടെ ഒരു സ്ട്രിക്റ്റാണ് അല്ലേ. കുറേയും കൂടെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുകളിൽ സ്ട്രിക്റ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് പേരൻസ് പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങോട്ട് വിടുന്നത്, ഈ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലോട്ട് വിടുവാനുള്ള കാരണം. എന്തുകൊണ്ടാണ്? പോയ കുഞ്ഞൊന്ന് ജീവനോടെ തിരിച്ചു വരണേ എന്ന് വിട്ട മാതാപിതാക്കന്മാർക്കൊരു ആഗ്രഹമുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇല്ലാത്ത പൈസ മുടക്കി അങ്ങോട്ട് വിടുന്നതല്ലേ. അതേസമയം ഇപ്പറേ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഇതര മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഒന്നും നടക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ബഹുഭൂരിപക്ഷവും ഈ ഗവൺമെൻറ് സ്കൂളുകളിലാണ് ഈ പരിപാടികൾ മുഴുവൻ നടക്കുന്നത്. ഈ പിള്ളേർ മുഴുവൻ കിടന്നുകൊണ്ട് റോട്ടിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുക. ചെറിയ അടിയൊന്നും അല്ല, നല്ല പൊരിഞ്ഞ അടി കൊടുക്കുക. നമ്മൾക്കറിയാം എത്ര പിള്ളേർ മരിച്ചു അല്ലേ. മരിച്ച കേസുകൾ നമ്മൾ കണ്ടു. ഒരു 10ാം ക്ലാസ്സുകാരനെ കൊന്നിട്ട് അവന്മാർ ആർഭാടത്തോടെ പോയി, എന്താ പറയുക, കൊലയാളികൾ ആർഭാടത്തോടെ പോയി എക്സാം എഴുതിയിട്ട് വന്ന കഥയൊക്കെ നമ്മൾ കേട്ടു. ഇവന്മാർക്കൊക്കെ ഈ ജന്മത്തെ മാനസാന്തരം ഉണ്ടാകില്ല. കാരണം എന്താണ്? ഈ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്കൂളുകളിൽ എന്താണെന്നറിയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് കുറച്ച് മനുഷ്യത്വമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ മറുഭാഗത്ത് അതില്ല. അതുകൊണ്ട് ഈ പിള്ളേർക്ക് മനുഷ്യത്വം എന്താണെന്ന് ഇവരറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് തെറ്റുകളിലും വരുമ്പോൾ ഇവരെ അങ്ങ് വല്ലാതെ നമ്മളങ്ങ് ക്രൂശിക്കുകയും അല്ലേ. ഇന്ന് സിസ്റ്റേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു അവർ വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ അവർ വല്ലാതെ അവഹേളിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? ഒരു ഭാഗത്ത് തെറ്റ് ചെയ്യുന്നവരും ഉണ്ട്, എന്നാൽ മറുഭാഗത്ത് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ വൃത്തികേടാണ് പറയുന്നത് അല്ലേ. അവരെക്കുറിച്ച് വൃത്തികേടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മറുഭാഗത്ത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇവർ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളും നമ്മൾ കാണാതെ ഇരിക്കരുത് കേട്ടോ. കാരണം നമ്മളെ കൊണ്ടൊന്ന് പറ്റാത്ത മേഖലകളിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്ന് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ആതുര സേവനങ്ങളൊന്നും നമ്മൾ കാണാതിരിക്കരുത് കേട്ടോ. ഇന്ന് കുറേ ഞാൻ പറയാം, കത്തോലിക്കരിൽ തന്നെ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൽ തന്നെ എന്തോരം സഭകളുണ്ട്, പെന്തക്കോസ്ത സഭകളുണ്ട്, ഇഷ്ടംപോലെ പൈസയുള്ളവരുണ്ട്. എത്ര പേര് ഇന്നിങ്ങനത്തെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി എന്താ പറയുക, ഇതുപോലെ ഇറങ്ങിച്ചെന്ന് ചെയ്യുന്ന എത്ര പേരുണ്ട്? വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മൾക്ക് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ എണ്ണി തീർക്കാവുന്ന ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, മേടിച്ച് അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ചെയ്യുന്ന ഈ സേവനങ്ങളെ നമ്മൾ കാണാതിരിക്കരുത്. അതുകൊണ്ട് എന്ത് വിഷയം വന്നു കഴിയുമ്പോഴും അവരെ വല്ലാതെ നമ്മളങ്ങ് പ്രതിക്കൂട്ടിലോട്ട് നിർത്തി നമ്മൾ കല്ലെറിയരുത് കേട്ടോ. കാരണം നമ്മൾക്കറിഞ്ഞുകൂടാ, ദൈവം അവരുടെ ആ ഒരു പ്രവൃത്തികൾക്ക് ദൈവം എന്താണ് കണക്കിടുന്ന ദൈവം തന്നെയാണ്. അവർ ഇത്രയും എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
ഒരാകാശപ്പറവകളുടെയൊക്കെ ഇടയ്ക്ക് പോയിട്ട് ഇവർ കിടന്നുകൊണ്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്കേ ഇത്രയൊരു മൈൻഡ് ഇവർക്ക് വരത്തുള്ളൂ എന്ന്. അവർ ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടോ നിർബന്ധത്താലോ ഒന്നും ചെയ്യുന്നതല്ല, അവർ മനസ്സ് നിറഞ്ഞ് ചെയ്യുന്നതാണ്. റോട്ടിൽ കിടക്കുന്നവനെയൊക്കെ വലിച്ചുകൊണ്ട്, ഓടയിൽ കിടക്കുന്നവനെയൊക്കെ വലിച്ചുകൊണ്ട് വന്ന് കിടത്തി അവരെ നല്ലതുപോലെ പരിപാലിക്കുവാനൊക്കെ ഉള്ളൊരു മനസ്സെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല കേട്ടോ. അത് അവർക്കൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ കരുണയാണ് കേട്ടോ. അതുകൊണ്ട് അവരെയൊന്നും ദൈവം തള്ളിക്കളയും, അല്ലെങ്കിൽ അവരോട് ദൈവം കരുണ കാണിക്കാതിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് വിഷയം വന്നാലും അവരെ ഒരു വക വൃത്തികെട്ട രീതിയിലോട്ട്, പെണ്ണ് കേസ് അല്ലെങ്കിൽ അങ്ങനത്തേനുള്ള അവിഹിത ബന്ധം, ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് അവരെ മാറ്റി നിർത്താതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് കാണണം കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.